തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും രേഖകളും പുറത്തു വന്നതോടെ 40 മണ്ഡലങ്ങളിൽ BJP വീണ്ടും ഓഡിറ്റിംഗ്. ആരോപണ വിധേയരായ നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല. വലിയ ക്രമക്കേട് നടന്നതായി നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിലും മൗനത്തിലാണ് BJP നേതൃത്വം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതികൾ നടന്നു എന്നുള്ള പരാതി ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അഭിപ്രായവും ഇല്ല. ഒരു ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 8000 ഫീസ് അടിക്കണം. അതിൽ പാതി നമുക്കും പാതി അവർക്കും 10 ലക്ഷം രൂപ 8 രൂപ നമുക്ക് 8 രൂപ വരും. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ കൊള്ളയടിച്ചതിന്റെ തെളിവ് ശബ്ദരേഖയായും മറ്റ് തെളിവുകളായും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. സൗജന്യമായി കേന്ദ്ര നേതൃത്വം നൽകിയ പാർട്ടി കൊടി പോലും വിറ്റ് കാശാക്കിയ ടീമിനെ പരസ്യമായി തള്ളിപ്പറയാൻ സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാക്കൾ പോലും തയ്യാറല്ല. എന്നാൽ BJP ദേശീയ നേതൃത്വം കേരള BJPയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിനെ ഗൗരവത്തോടെ കാണുകയാണ്. പാർട്ടി നൽകിയ പണവും നേതാക്കൾ ചെലവഴിച്ചതായി നൽകിയ കണക്കുമെല്ലാം വീണ്ടും പരിശോധിക്കുകയാണ്. അതിൽ A ക്ലാസ് എന്നോ B ക്ലാസ് എന്നോ C ക്ലാസ് എന്നോ വ്യത്യാസമില്ലാത്ത പരിശോധന. പാർട്ടി ഫണ്ടിൽ ക്രമക്കേട് നടന്നതായി പരാതിയുള്ള 40 മണ്ഡലങ്ങളിലെ ചെലവ് കണക്കുകൾ സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ് വീണ്ടും ഇഴകീറി പരിശോധിച്ചു തുടങ്ങി. ഇതിനോടകം പുറത്തുവന്ന തെളിവുകളും ട്രഷറർക്ക് ലഭിച്ച പരാതികളും ചെലവ് കണക്കുകളും അടിസ്ഥാനമാക്കിയാണ് റീ ഓഡിറ്റിംഗ്. ഇതിലൂടെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത്. അതേസമയം സംസ്ഥാന BJPയിൽ നടന്ന ക്രമക്കേടിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. കടുത്ത നടപടിയിലേക്ക് ദേശീയ നേതൃത്വം പോകുമെന്ന സൂചനകളും ലഭിക്കുന്നു. ആരോപണ വിധേയനായ ചുമതലപ്പെട്ട സംസ്ഥാന കോർ കമ്മിറ്റി അംഗം പലതവണ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആശയവിനിമയത്തിന് BL സന്തോഷ് തയ്യാറായിട്ടില്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഫണ്ട് ക്രമക്കേടിൽ ആരോപണ വിധേയനായ മുതിർന്ന ഭാരവാഹി BJP സംസ്ഥാന കാര്യാലയത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്നതായും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇതുപോലെ പരാതികളുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ പോലെ CPM-നെ പോലെയല്ല. ഞങ്ങൾക്ക് പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്, അച്ചടക്ക സമിതിയുണ്ട്. അവർ പരിശോധിക്കും. കഴമ്പുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. 1% പോലും ഞങ്ങൾ ഇതിനോട് സന്ധി ചെയ്യില്ല. പക്ഷേ BJPയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമക്കേടൊന്നും ഇല്ല എന്ന് നേതാക്കൾ വാദിക്കുമ്പോഴും നടപടികൾ വരുമെന്ന സൂചനയും ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 18-ാം തീയതി കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം കോർ കമ്മിറ്റിയും സംസ്ഥാന ഭാരവാഹി യോഗവും നടക്കുമ്പോൾ ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിയൊരുങ്ങും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.